ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിലോ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൾ കോർപ്പറേഷൻകാർ വന്ന് അവളുടെ പൂക്കട പൊളിച്ചതിൻ്റെ വിഷമത്തിലിരിക്കുന്ന രേവതിയെ കാണുന്ന സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി രേവതി, എന്താ നീ വിഷമിക്കുന്നത്, നമ്മുടെ പൂക്കട എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മുടെ പൂക്കട കോർപ്പറേഷൻകാർ പൊളിച്ചിട്ടു സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ സച്ചി ആണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട്. കോർപ്പറേഷൻകാർ എന്തിനാ അങ്ങനെ ചെയ്തേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ പിന്നെ സച്ചി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കോർപ്പറേഷൻകാർ അങ്ങനെ ചെയ്തത്, ആരാ കോർപ്പറേഷൻകാർക്ക് പരാതി കൊടുത്തത്, എൻ്റെ ഭാര്യയുടെ പൂക്കടയെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എന്നിട്ടും എന്തിനാ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചെയ്തത്, ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ആരാ ചെയ്ത വിവരം കിട്ടട്ടെ, എന്നിട്ട് വേണം എനിക്ക് അവരൊന്ന് ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, അതിനെന്തിനാ നീ ആൾക്കാരോട് ദേഷ്യപ്പെടണ സച്ചി, ആളുകൾ നടക്കുന്ന വഴിയിൽ പൂക്കട വെച്ചത് നിങ്ങളുടെ തെറ്റല്ലേ, അതിനെന്തിനാ ആൾക്കാരെ പറയുന്നത്, എന്തിനാ അവരെ കാണിച്ചു കൊടുക്കാനൊക്കെ നടക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നീട് സച്ചി രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരല്ലേ രേവതി, നമ്മുടെ പൂക്കട നമുക്ക് തിരിച്ചു പിടിക്കാം, നമ്മുടെ തോപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ജയിച്ച് കാണിക്കണ്ടേ, നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ മതിയോ, നമുക്ക് ജയിച്ച് കാണിക്കാം, നമുക്ക് വീണ്ടും ഒന്ന് തുടങ്ങാം, നീ പേടിക്കണ്ട, ഈ പൂക്കട പോയാൽ പോട്ടെ, നമുക്ക് വേറെ വല്ല വഴി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. രേവതിക്കാണെങ്കിലോ ഇതൊന്നും സങ്കടം സഹിക്കാൻ പറ്റാതെ രേവതി ഒന്നും കഴിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ആണെങ്കിലും അവളൊന്നും കഴിക്കാത്തതിൽ സച്ചി അവൾക്ക് വാരി കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ചെമ്പനീർപ്പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.